ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു എൻഡ് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഒട്ടും സാറ്റിസ്ഫൈയിങ് അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നല്ലതായിരിക്കാം, നന്നായിട്ടായിരിക്കാം നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ചില ഒരു സാഹചര്യങ്ങളിൽ ഈ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ടാവും. ഓക്കെ, അതായത് ഒരു ശരിയാണ്, ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷേ എന്തോ എവിടെയോ ഒരു മിസ്സിങ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, തീർച്ചയായിട്ടും ഇതൊരു കർമാറ്റിക് സിറ്റുവേഷനാണ്. അതായത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ തീർച്ചയായിട്ടും കടന്നു പോകണം എന്ന് തന്നെയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തന്നെ ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്നേഹിക്കാനറിയാം, പക്ഷേ സ്നേഹം അങ്ങ് പ്രകടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്ത രീതിയും, നിങ്ങളിപ്പോൾ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ വെച്ച് കരയുകയും മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യാതിരിക്കുകയും ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നതെന്നോ, അതായത് മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അഭിനയിച്ച് നിൽക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം എന്താണ് ഇപ്പോൾ അതായത് മറ്റുള്ളവരോട് നിങ്ങൾ സഹകരിക്കാത്ത രീതിയിൽ, അതായത് ഇപ്പോൾ അവർ നിങ്ങളെ നോക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, അതായത് അവർക്കൊരു കുഴപ്പമില്ല, അവർ മര്യാദയ്ക്കാണല്ലോ നിൽക്കുന്നത്, അവരോടിപ്പോൾ വിഷമിപ്പിക്കുന്ന എന്ത് കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ നിങ്ങളത് ഉള്ളിലെടുത്തിട്ട് നിങ്ങൾ വളരെയധികം ഉള്ളിൽ വിഷമിക്കുന്ന രീതിയിലൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കർമാറ്റിക് സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് മോചിതയാവണം അല്ലെങ്കിൽ മോചിതനാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഓരോ റിലേഷൻഷിപ്പുകളും, അതായത് ഫ്രണ്ട്ഷിപ്പ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് കാണിച്ച് വന്നിട്ട് നിങ്ങളുടെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ റിലേറ്റീവ്സ് തന്നെയായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്നും മാറി നിൽക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ അല്ല എന്നും, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ എന്താണ് നിങ്ങളെ, അതായത് ആ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൂടുതലുമായിട്ട് തള്ളിവിടുന്ന രീതിയിലേക്കാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടാവും, പക്ഷേ ഈ നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ആൾക്കാർ അത് കൂടുതലായിട്ട് ഊതി വീർപ്പിക്കാൻ ശ്രമിക്കുകയും അതിലോട്ട്, അതായത് കൂടുതൽ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന രീതിയിലേക്കാണ് ഇവിടെ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ ആ ഒരു ജീവിതത്തെക്കുറിച്ചും നിങ്ങൾ ആരോടെങ്കിലും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഈ ടോക്ക്, അതായത് സംസാരിക്കുന്ന ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും നല്ലതായിട്ടുള്ളൊരു പേഴ്സൺ അല്ല. ബിക്കോസ് നിങ്ങളുടെ ഓരോ സീക്രട്ടുകളും ഈ വ്യക്തി പുറത്തു പോയി പറയുന്നുണ്ട്. അതായത് നിങ്ങളെ വഞ്ചിക്കുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒട്ടും സീക്രട്ടാക്കി വെക്കാതെ, അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ഒട്ടും സീക്രട്ടാക്കി വെക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾ ചുറ്റുപാടും പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഓക്കെ, ഒരു ബാക്ക് സ്റ്റാബിങ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തെക്കുറിച്ചും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ചും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ തന്നെയായിരിക്കാം നിങ്ങളോടിത് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഉള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കൂ എന്നാണ് പറയുന്നത്. അതായത് ശരിയാണ്, നമുക്ക് ഫസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഫ്രണ്ട്ഷിപ്പ് പോകും അല്ലെങ്കിൽ എൻ്റെ പ്രണയം പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചിന്തിച്ച് ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്ത് കാര്യം ഒരു വ്യക്തിയോട് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കട്ട് ചെയ്ത് കളയൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
പിന്നെ ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ വ്യക്തി ഒട്ടും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല. അതായത് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളെ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ കാണുന്നില്ല. അതേപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ വളരെയധികം താഴ്ത്തിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി വേറെ കുറേ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെയും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും താങ്ങാനായിട്ട് കഴിയുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്നും, അതായത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തികളിൽ നിന്നും മാറി നിൽക്കൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ സാധിക്കാനായിട്ട്, അതായത് ഇപ്പോൾ എന്നെ ലവ് ചെയ്യുന്ന ഒരാൾ, എന്നെ കെയർ ചെയ്യുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക്, അതായത് എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരാൾ വേണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം നമുക്കിവിടെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാർഡ് റിലേറ്റ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും ലവ് ചെയ്യുന്നതുമായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് വളരെയധികം സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവർ, പ്രശ്നമുണ്ടാക്കുന്നവർ, ഓക്കെ, അതായത് നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്നും മാറി നിൽക്കൂ എന്നാണ്. എന്നാലേ ഞാൻ ഈ പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കർമാറ്റിക് സിറ്റുവേഷൻ, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയിലല്ല അവരുടെ കണ്ണ് വരുന്നത്. അതായത് അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടാവാം. കടം കൊടുത്ത ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങാനായിട്ട് അതായത് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നും ഇനി പോയി പെടരുത് എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിൽ പോയിട്ട് പെടരുത് എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും മാറി നിൽക്കൂ എന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കൂ എന്ന് തന്നെയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ ആ ഒരു സർക്കിളിൽ നിന്ന് നിങ്ങൾ പോകുമ്പോഴേ, അതായത് ആ ഒരു ചങ്ങലകൾ നിങ്ങൾ പൊട്ടിച്ചു പോകുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ എന്ന് തന്നെയാണ്. അതായത് നമ്മളുടെ പേടി കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുകയും നമ്മളുടെ ജീവിതം നമുക്ക് ജീവിച്ച് തീർക്കണം, വളരെ മനോഹരമായിട്ട് ജീവിച്ച് തീർക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും മാറി നിൽക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ അതായത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ചേർത്ത് നിർത്തുക. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയോട് അതായത് ഒരു തേർഡായിട്ടുള്ള ഒരു വ്യക്തിയോട്, ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയോട് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒരു സ്റ്റോപ്പ് ഇടുക. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തികളെയും നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ടാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനായാലും
അല്ലെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചറിലായാലും ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കാണിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണർ എന്ന രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിലൊക്കെ വളരെയധികം നന്നായിട്ട് നിങ്ങൾ അവരെ ഒബ്സർവ് ചെയ്ത് അവരെ നിങ്ങൾ കൂടുതലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും ഇനി എടുക്കരുത്. കാരണം ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ എടുത്ത തീരുമാനങ്ങളുടെ ഒക്കെ ആവാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസിൽ നിന്നും മാറി നിൽക്കുക. ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈങ് അല്ലാത്ത രീതിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും വിട്ടുമാറി നിൽക്കുക. ഓക്കെ, ഇപ്പോൾ ആ വ്യക്തി തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. പക്ഷേ ആ ഒരു പാസ്റ്റ് നടന്ന കാര്യങ്ങൾ അത് അവിടെ ഉപേക്ഷിക്കുകയും ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അത് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാറി വരുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ആ നെഗറ്റീവായിട്ടുള്ള വ്യക്തിയിൽ നിന്നൊക്കെ വിട്ടു വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ സപ്പോർട്ടും കെയർ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ തന്നെയായിരിക്കാം ചിലപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ പുതിയൊരാളാവാനായിട്ട് ഇവിടെ ചാൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അതായത് ആ വ്യക്തി എൻ്റെ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന രീതിയിൽ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ അതായത് നമ്മളുടെ പുറകെ നടന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മാറിപ്പോവാനായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ കാളിദേവിയൊക്കെ പ്രാർത്ഥിക്കുക, നരസിംഹസ്വാമീനെ പ്രാർത്ഥിക്കുക. ഓക്കെ, ഇവരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസ് നമ്മളിൽ നിന്നും വിട്ടുപോകും. ഓക്കെ, ഇവളെയൊക്കെ നമ്മളിൽ നിന്നും വിട്ടുപോകാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെ ഉഗ്രശക്തികളെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഭദ്രകാളി ദേവി, നരസിംഹസ്വാമീനെയൊക്കെ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.